ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു ബട്ടർ ചിക്കൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. പിന്നെ ഒരു 3 തക്കാളി, 3 പച്ചമുളകും, ഒരു 3-4 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതേപോലെ ഒരു 10 അണ്ടിപ്പരിപ്പും ഒരു 2 ബദാമും ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൂടി ഇട്ടിട്ട് അരച്ചെടുക്കുകയാണ് കേട്ടോ. പിന്നെ ചിക്കനിൽ നമുക്ക് ആവശ്യത്തിന് ഉപ്പും, അതേപോലെ മുളക് പൊടി, കുറച്ച് കാശ്മീരി ചില്ലി, പിന്നെ മഞ്ഞൾപ്പൊടി, ഗരം മസാലയും, കുറച്ച് ജീരകത്തിൻ്റെ പൊടി, കുറച്ച് മല്ലിപ്പൊടിയും കൂടിയാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ എല്ലാം ചിക്കൻ ഞാൻ കുറച്ചേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ കുറച്ചാണ് എടുത്തിട്ടുള്ളത്. അതൊക്കെ കൂടി ഇട്ടിട്ട് നന്നായിട്ട് പെരക്കി എടുത്ത് വെക്കാണ് കേട്ടോ. പിന്നെ നമ്മൾ ഈ ബട്ടർ ചിക്കൻ ഉണ്ടാക്കുന്ന സമയത്ത് ഓയിലാണ് ഉപയോഗിക്കുക, വെളിച്ചെണ്ണയല്ല. പിന്നെ ഒരു കഷ്ണം ബട്ടറും കൂടി ഇട്ട് അതിൻ്റെ അകത്തേക്ക് ഈ അരച്ച അരപ്പ് അതിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ. പിന്നെ അതിന് ശേഷം കുറച്ച് കസൂരി മേത്തിയും, ബട്ടർ ചിക്കനിൻ്റെ ആ ടേസ്റ്റ് കിട്ടാൻ കസൂരി മേത്തി നിർബന്ധമായിട്ട് വേണം. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ശേഷം പിന്നെ നമ്മൾ ഈ പെരക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, അതും കൂടി ഇട്ടിട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളമൊന്നും കൂടുതലായി പോണ്ട കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരു ബട്ടർ ചിക്കനാണ്, വളരെ പെട്ടെന്ന് ഉണ്ടാക്കാനും കൂടി കഴിയും. അപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ ഒറ്റൊരു വിസിലേ വരണ്ടുള്ളൂ. വിസിൽ വന്നിട്ട് ഓഫാക്കിയിടുക. പിന്നെ അപ്പോഴേക്കും തന്നെ നമുക്ക് ചപ്പാത്തീൻ്റെ കൂടെയും അല്ലെങ്കിൽ നെയ്ച്ചോറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം കൂടെ കഴിക്കാൻ പറ്റുന്ന. അങ്ങനെ വിസിൽ വന്നതിന് ശേഷം ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഗ്രേവി ഒന്നും കൂടി ഒന്ന് കുറുകി വരാനുണ്ട്. അപ്പം കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കുറുകി വരുന്ന സമയത്താണ് പിന്നെ ഞാനൊരു കഷ്ണം കൂടി ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടിയാണ് ഇട്ട് ഇടുന്നത്. അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഞാൻ ലാസ്റ്റ് 2 പച്ചമുളകും കൂടി മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എരിവൊന്നും അധികം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ തന്നെ എൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ പറയണം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.